മാറുന്ന കാലഘട്ടം, മനുഷ്യൻ കാലത്തിന് മുന്നേ ഓടുന്ന ഒരു കാലഘട്ടത്തിൽ ലേഡി ഡോക്ടർ എന്ന കൺസെപ്റ്റിലേക്ക് ഇൻസ്പയർ ചെയ്യാനുണ്ടായ കാരണവും അതിൻ്റെ പ്രസക്തി എന്താണെന്ന് പറയാമോ? ലേഡി ഡോക്ടർ മാറുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ കാലഘട്ടം ഒത്തിരി മാറിയിട്ടും അതറിയാത്തൊരു ഇൻഡസ്ട്രി ആയിരുന്നു ഹെൽത്ത് കെയർ. കാരണം ഹെൽത്ത് കെയറിൽ എല്ലാ സയൻസുകളും വളരെ അഡ്വാൻസ്ഡ് ആണ്, പക്ഷെ കമ്മ്യൂണിക്കേഷനായിരുന്നു എപ്പോഴും ഒരു ചലഞ്ചായിട്ടുള്ളത്. അപ്പോൾ ഒരു സുരക്ഷിതമായ ഒരു ആരോഗ്യ സംരക്ഷണ പദ്ധതി ഉണ്ടായിട്ട് പോലും ഇത് കറക്റ്റായിട്ട് അത് സീക്ക് ചെയ്യുന്നൊരു പബ്ലിക്കിലേക്ക് എത്താത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻസ് അല്ലെ കൺവേഴ്സേഷൻസ് മൊത്തം ഒന്ന് മാറ്റുന്ന ഒരു പദ്ധതിയാണ് ശരിക്കും ലേഡി ഡോക്ടർ. അതിനകത്തൊരു പുതിയതായ കണ്ടുപിടുത്തങ്ങളോ ഒന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മാത്രമാണ് എക്സാക്റ്റ് ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മാർഗമായിട്ടാണ് ഈ പ്ലാറ്റ്ഫോമിനെ കാണുന്നത്. ലേഡി ഡോക്ടർ എവിടെയാണ് വ്യത്യസ്തമാകുന്നത്? ലേഡി ഡോക്ടർ അതിൻ്റെ കൺവീനിയൻസ്, ഡെലിവറബിൾസ്, ഇങ്ങനെ കാര്യങ്ങളിലാണ് വ്യത്യസ്തമാകുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വുമൺ വെൽനസ്, വുമൻ്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ പൊതുവെ എന്താ പറയുക പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ട് മാറുകയാണ്. കാര്യം ഇപ്പം പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ ഇതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അല്ലെങ്കിൽ സ്ത്രീകളായ പ്രശ്നങ്ങളുള്ളതാണ് എന്ന് പറയുന്ന ഒരു സാമൂഹിക അവസ്ഥയാണുള്ളത്. അത് ഏറെക്കുറെ മരുന്നോ മറ്റ് ചികിത്സകളേക്കാൾ ഉപരി അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് കിട്ടിയാൽ തന്നെ കുറേ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കൃത്യമായിട്ട് സ്ത്രീകൾക്ക് അവരുടെ പ്രൈവസി നഷ്ടപ്പെടാതെ ലേഡി ഡോക്ടേഴ്സുമായിട്ട് തന്നെ സംസാരിക്കാനും അവരുടെ കൺവീനിയൻസിൽ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കിട്ടാനും ഒക്കെയുള്ളൊരു സംവിധാനമാണ് ലേഡി ഡോക്ടറുള്ളത്. അതാണ് ഇത് മറ്റു പ്രൊജക്റ്റുകളുമായിട്ട് ഇതിനെ വ്യത്യസ്തമാക്കുകയും ഏതെങ്കിലും മരുന്നുകളോ ഏതെങ്കിലും ചികിത്സാ സമ്പ്രദായങ്ങളോ വയ്ക്കാനുള്ള ശ്രമമല്ല ഇതിനകത്തുള്ളത്. ലേഡീസിനെ നോളജ് കൊണ്ട് എംപവർ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ലേഡി ഡോക്ടർ.